ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ഇൻട്രാഡേ സ്ട്രാറ്റജി എങ്ങനെ എൻട്രി എടുക്കാം, എങ്ങനെ എക്സിറ്റ് ചെയ്യാം, ആ ഒരു ട്രേഡ് എടുക്കുന്നതിൻ്റെ ലോജിക്ക് എന്താണ് എന്നീ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണില്ല, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഈ വീഡിയോയിൽ. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത് നിഫ്റ്റി ഒരു കണ്ടോ, ഇത് ട്രേഡിംഗ് വ്യൂ എന്ന വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിൽ നിങ്ങൾ കാണില്ലേ, ബ്ലൂ ലൈൻസ് കണ്ടത് പിവോട്ട് പോയിൻറ്റ്സ്, ഗ്രീൻ ലൈൻ കാണുന്നത് റെസിസ്റ്റൻസ്, റെഡ് കളർ കാണുന്നത് സപ്പോർട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് എൻട്രി എടുക്കാൻ കാരണം ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത് അതായത് റെസിസ്റ്റൻസ് 1ൻ്റെ മുകളിലാണ്. അപ്പോൾ നമ്മൾ എൻട്രി എടുത്തത് എന്താ വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, അത് റെസിസ്റ്റൻസ് 2 ഏരിയയിൽ വെച്ചിട്ട് ഒരു റെഡ് കളർ ക്യാൻഡിൽ നിങ്ങൾ കണ്ടില്ലേ, ആ ക്യാൻഡിലിൻ്റെ താഴെ നമ്മളൊരു പി എടുത്തു. ഓപ്ഷൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്, ഓപ്ഷൻ ബൈയിങ് ആണ്. അതായത് 17,300 പി നമ്മൾ ബൈ ചെയ്തു. അതായത് 4 ലോട്ടാണ് നമ്മൾ എടുത്തത്. ഓക്കെ, ആ ഒരു റെഡ് കളർ ക്യാൻഡിൽ നിങ്ങൾ കണ്ടോ, അതായത് സപ്പോർട്ട് 2ൻ്റെ അവിടെ വെച്ചിട്ടൊരു റെഡ് കളർ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ അതൊരു അവിടെ നിന്ന് റിജക്ഷന് ചാൻസ് ഉണ്ടെന്നാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്യാൻഡിൽ താഴെ നമ്മൾ എൻട്രി എടുത്തു. നമ്മളെ ടാർജറ്റ് എന്ന് പറയുന്നത് 17,300 ആ റേഞ്ചിൽ എത്തുന്ന സമയത്താണ്. അതുപോലെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ആ ഒരു ക്യാൻഡിൽ ഹൈ ആണ്. ബാങ്ക് നിഫ്റ്റിയിൽ 20 മൂവിങ് ആവറേജ് നിങ്ങൾ കണ്ടോ, 20 മൂവിങ് ആവറേജ് ആ ലൈന് പോയത് കണ്ടോ, ആ ഒരു ഏരിയ എത്തിയിട്ടുണ്ട് അല്ലേ. ശരിക്കും അവിടെ ഒരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യും. ചിലപ്പോൾ അവിടെ നിന്ന് തിരിച്ചു പോകാനും ചാൻസ് ഉണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം, നോക്കാം എന്താ സംഭവിക്കാമെന്ന്. നമ്മുടെ ടാർജറ്റിൽ നിന്ന് സ്റ്റോപ്പ് ലോസ് നമ്മളങ്ങനെ മാറുന്നില്ല. നമ്മളെ സ്റ്റോപ്പ് ലോസ് എന്തായാലും നമ്മൾ മാറ്റില്ല. നമ്മൾ എൻട്രി എടുത്ത ക്യാൻഡിലിൻ്റെ മുകളിലോ അല്ലെങ്കിൽ സപ്പോർട്ടിൻ്റെ മുകളിലേക്ക്, സപ്പോർട്ട് 2ൻ്റെ മുകളിലേക്കോ മാർക്കറ്റ് പോവുകയാണെങ്കിൽ നമ്മളപ്പോൾ ലോസ് ബുക്ക് ചെയ്ത് ഇറങ്ങും. അത് നമ്മൾ മടി കാണിക്കില്ല. കാരണം ആ പെട്ടെന്ന് സ്റ്റോപ്പ് ലോസ് നമ്മൾ കറക്റ്റ് പെട്ടെന്ന് വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ട്രേഡിങ്ങിൽ സക്സസ് ആകാൻ പറ്റില്ല. ഞാൻ ഈ എൻട്രി എടുക്കാൻ കാരണം ഓപ്ഷൻ ബൈയിങ്ങിൽ എൻ്റെ ഒരു 10 ഗോൾഡൻ റൂൾസ്, അതായത് 10 സെറ്റപ്പുകളുണ്ട്. ഈ ഒരു സെറ്റപ്പ് കറക്റ്റ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ എൻട്രി എടുക്കാറുള്ളൂ. അതുപോലെ എൻ്റെ റിസ്ക് റിവാർഡും കറക്റ്റായിരിക്കണം, നല്ല ഉണ്ടെങ്കിൽ ചെയ്യുള്ളൂ. അതുപോലെ എൻ്റെ പൊസിഷൻ സൈസൊക്കെ ഞാൻ നോക്കിയതിന് ശേഷം എൻട്രി എടുക്കുള്ളൂ. ഇതെല്ലാം ഫോളോ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ട്രേഡിങ്ങിൽ സക്സസ് ആവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്, ചെറിയൊരു പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്, 700-600 റേഞ്ചിൽ വരുന്നുണ്ട്. നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. നമ്മൾ ആ റേഞ്ച് എത്തുകയാണെങ്കിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കാരണം ഞാൻ ഓപ്ഷൻ ബൈ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, ആ ഒരു 10 ഗോൾഡൻ റൂൾസ്, അതായത് കറക്റ്റ് 10 സെറ്റപ്പ് ഞാൻ എൻ്റെ അടുത്തുണ്ട്. ആ ഒരു സെറ്റപ്പ് വന്നു കഴിഞ്ഞാൽ മാത്രം എൻട്രി എടുക്കും. അതിൻ്റെ എല്ലാ ഞാൻ പറഞ്ഞ റിസ്ക് റിവാർഡും പൊസിഷൻ സൈസും ഒക്കെ കറക്റ്റ് ആണെങ്കിൽ മാത്രം ഞാൻ എൻട്രി എടുക്കുകയുള്ളൂ. അതുപോലെ സ്റ്റോപ്പ് ലോസ് കറക്റ്റ് വെക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ട്രേഡിങ്ങിൽ ഒരു ലോസ് അങ്ങനെ മന്ത്ലി ഒരു മാസം 2 മാസമൊക്കെ നോക്കുന്ന സമയത്ത് ഒരിക്കലും ലോസ് വരാൻ ചാൻസ് ഇല്ല. കാരണം നമ്മൾ പക്ഷേ ഈ റൂൾസ് തെറ്റിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും സക്സസ്സിന് ചാൻസ് ഇല്ല. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മുടെ ടാർജറ്റ് എത്തുമോ, 17,300 റേഞ്ചിൽ എത്തുകയാണെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. പക്ഷേ ബാങ്ക് നിഫ്റ്റി ഞാൻ എൻട്രി എടുത്ത ആ ഒരു ക്യാൻഡിലാണല്ലോ, എൻ്റെ ലോ ആണ് ഞാൻ മാർക്ക് ചെയ്തത്. ആ ഒരു ക്യാൻഡിലിൻ്റെ താഴേക്കാണ് ഞാൻ 17,300 പി ബൈ ചെയ്തിട്ട് ഇട്ടത്. ഓക്കെ, പക്ഷേ ബാങ്ക് നിഫ്റ്റി അവിടെ ഒരു 20 മൂവിങ് ആവറേജ് ഉണ്ടായതിനോട് നമ്മൾ ആ ഏരിയയിലെത്തുമ്പോൾ കട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ടാർജറ്റിൻ്റെ ഏകദേശം അടുത്തെത്തി. നമ്മൾ ഇപ്പോൾ വേണമെങ്കിൽ ഒഴിവാക്കാം, കാരണം സ്റ്റോപ്പ് ചെയ്യാൻ ബെറ്റർ. ഓക്കെ, നമ്മളെ മാർക്കറ്റ് പ്രൈസിൽ ഞാൻ എക്സിറ്റ് ചെയ്തു. ഓക്കെ, 2,500ൻ്റെ മുകളിൽ പ്രോഫിറ്റ് ഉണ്ടല്ലേ, 2,500ൻ്റെ മുകളിൽ പ്രോഫിറ്റ് ഉണ്ട്. കാരണം ഞാൻ ബുക്ക് ചെയ്യാൻ എനിക്ക് 17,300 വരെ വെയിറ്റ് ചെയ്താൽ ഒരു 4,000 റേഞ്ചിൽ അല്ല 3,500 റേഞ്ചിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വരുന്നത്. പക്ഷേ പെട്ടെന്ന് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 20 മൂവിങ് ആവറേജ് ഉണ്ടല്ലോ ബാങ്ക് നിഫ്റ്റി, ആ ഒരു ഏരിയയിലാണ് 20 മൂവിങ് ആവറേജ് ഏരിയയിലാണ് ബാങ്ക് നിഫ്റ്റി ഉള്ളത്. അപ്പോൾ ചിലപ്പോൾ അവിടെ തട്ടിയിട്ട് ഒരു റിട്ടേൺ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കിട്ടിയ പ്രോഫിറ്റ് വെറുതെ ലോസ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്, കാരണം നമ്മൾ ഓൾറെഡി റിസ്ക് റിവാർഡ് 1:1 മുകളിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ട്രേഡ് ക്ലോസ് ചെയ്തത്. എക്സിറ്റ് ചെയ്യാൻ വേറെ ഒരു കാരണമുണ്ട്. എന്താ വെച്ചാൽ മാർക്കറ്റ് ആ ഒരു അപ് ട്രെൻഡിലുള്ള സമയമാണല്ലേ, നിഫ്റ്റി ഒരു അപ് ട്രെൻഡിലാണ്. ആ ഒരു അപ് ട്രെൻഡിലുള്ള സമയത്ത് അതിന് എഗെയിൻസ്റ്റാണ് നമ്മൾ ട്രേഡ് എടുത്തത്. ഒരു പി അല്ല നമ്മൾ ബൈ ചെയ്തത്. നേരെ മറിച്ച് ഒരു അപ് ട്രെൻഡിലുള്ള സമയത്ത് സി ആണ് ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഹോൾഡ് ചെയ്യാമായിരുന്നു. പി ആയതുകൊണ്ട് നമ്മൾ ടാർജറ്റ് എത്തിക്കഴിഞ്ഞാൽ ഉടനെ അത് ബുക്ക് ചെയ്യണം. അവിടെ പിന്നെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ നിൽക്കരുത്, ഇനിയും പ്രോഫിറ്റ് കിട്ടുമെന്നുള്ളതിൽ നിൽക്കരുത്. കാരണം എഗെയിൻസ്റ്റാണ്, ട്രെൻഡിന് എഗെയിൻസ്റ്റാണ് ട്രേഡ്, അതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ നമ്മൾ ബാങ്ക് നിഫ്റ്റി പറഞ്ഞില്ലേ മൂവിങ് ആവറേജ് ആ ഏരിയയിലുമാണ്. അപ്പോൾ ഒരു റിവേഴ്സ് വന്നാലും അതും ലോസ് വരും. അതുകൊണ്ടാണ് നമ്മൾ ബുക്ക് ചെയ്യാൻ കാരണം. നിഫ്റ്റിയുടെ ട്രേഡാണല്ലോ എടുത്തത്, പിന്നെ എന്തിനാണ് നമ്മൾ ബാങ്ക് നിഫ്റ്റി നോക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും. കാരണം എന്താ വെച്ചാൽ പലപ്പോഴും നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഏകദേശം ഓൾമോസ്റ്റ് സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യാറുണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഒരു അപ്പ് വന്നാൽ നിഫ്റ്റിയിലും ഒരു അപ്പ് മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്യാൻ കാരണം. നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ,
ഇപ്പം നമ്മൾ കണ്ടില്ലേ നിങ്ങൾ കറക്റ്റ് ആ ഏരിയ വെച്ചിട്ട് ബാങ്ക് നിഫ്റ്റി ഒരു ഗ്രീൻ ക്യാനിൽ വന്ന് കണ്ടില്ലേ, മൂവിങ് ആവറേജ് ആ ഏരിയയിൽ വെച്ചിട്ട് നമ്മൾ ട്രേഡ് ക്ലോസ് ചെയ്ത് നന്നായി. കാരണം അല്ലെങ്കിൽ നമുക്ക് ലോസ് വരുമായിരുന്നു. കാരണം കറക്റ്റ് ആ മൂവിങ് ആവറേജ് ഏരിയ വെച്ചിട്ട് മാർക്കറ്റ് പൊന്തിയിട്ടുണ്ട്. പക്ഷേ നിഫ്റ്റിയിലധികം മൂവ്മെൻറ്റ് ഇല്ലെങ്കിലും ബാങ്ക് അവിടെ നിന്ന് പൊന്തിയിട്ടുണ്ട്. അപ്പം നിഫ്റ്റിയും കൂടെ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ക്ലോസ് ചെയ്തത് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ട്രേഡിൽ നമ്മൾ എൻട്രി എടുത്തത് എത്ര പ്രൈസിനാണ് എക്സിറ്റ് എടുത്തത് നോക്കാം. നമുക്ക് ഓൾമോസ്റ്റ് 10 മണി ആയ സമയത്ത് 10:02 നമ്മൾ എൻട്രി എടുത്തത്. ഈ 4 ലോട്ട് 17,300 PE 224 നമ്മൾ എൻട്രി എടുത്തത്. 236.90 സംതിങ്, അതായത് 237 റേഞ്ചിൽ നമ്മൾ എക്സിറ്റ് ചെയ്യുകയും ചെയ്തു. ഈ ഒരു ട്രേഡിൽ 16 മിനിറ്റ് കൊണ്ട് നമ്മൾ നമ്മുടെ ടാർഗറ്റ് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ബുക്ക് ചെയ്തു. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചാണോ, നിഫ്റ്റി മുകളിലേക്ക് കയറിയുണ്ടോ, നമ്മൾ കറക്റ്റ് ടൈമിലാണ് എക്സിറ്റ് ചെയ്തത്. നമ്മൾ എക്സിറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മളിപ്പോൾ കോസ്റ്റ് എത്തിയിരുന്നു, അല്ലെങ്കിൽ ലോസിലേക്ക് വന്നിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു റൂൾസ് കറക്റ്റ് ഫോളോ ചെയ്തത് ബെറ്റർ. അപ്പം നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസിലോ ടാർഗറ്റിലോ ഒക്കെ കറക്റ്റ് നമ്മൾ ഒരു മൈൻഡിൽ നമ്മൾ കറക്റ്റ് വേണം ആ ട്രേഡ് എടുക്കുന്ന സമയത്ത്. അല്ലാത്ത ട്രേഡുകൾ നമ്മൾ എടുക്കാൻ പാടില്ല. അപ്പം നിങ്ങൾ ഇനിയും എൻ്റെ ലൈവ് ട്രേഡുകൾ ഞാൻ വീഡിയോ ഓപ്ഷൻസിൻ്റെ ഒക്കെ ചെയ്യാം, ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.